കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചർച്ചയായിരുന്ന ഒരു വിഷയമായിരുന്നു ഇടുക്കി ജില്ലയിലെ ഗ്യാപ് റോഡിന് സമീപത്ത് താഴെ ചൊക്രമുടി ഭാഗത്തുണ്ടായിരുന്ന വലിയ കയ്യേറ്റത്തെ സംബന്ധിച്ച്. ആ കയ്യേറ്റത്തിനെതിരെ CPI ജില്ലാ നേതൃത്വത്തിനും റവന്യൂ വകുപ്പ് മന്ത്രിക്കുമെതിരെ രൂക്ഷമായ വിമർശനവും ആരോപണവും ഉന്നയിച്ച് കോൺഗ്രസും രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. CPIയുടെ ജില്ലാ സെക്രട്ടറി കെ സലിംകുമാർ നമ്മോടൊപ്പമുണ്ട്. ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന്. ഇതിൽ നേരിട്ട് പാർട്ടി ജില്ലാ നേതൃത്വത്തിനും ജില്ലാ സെക്രട്ടറിക്കും അതുപോലെ അടിമാലിയിലെ ചില പാർട്ടി പ്രവർത്തകർക്കും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനും അടക്കം നേരിട്ട് ബന്ധമുണ്ട് എന്നുള്ള ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ജില്ലയിലെ ഭൂമി കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് നടപടി സ്വീകരിക്കണമെന്ന് പറയുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI. ഈ ജില്ലയിൽ ഒരു കയ്യേറ്റത്തിനും CPIക്കോ CPIയുടെ നേതാക്കന്മാർക്കോ യാതൊരു പങ്കുമില്ല. ജില്ലയിലെ കയ്യേറ്റ ഭൂമി ഏറ്റെടുക്കുകയും ആ ഭൂമി പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശക്തമായ നടപടി സ്വീകരിക്കുന്ന മന്ത്രിയുടെ പേര് കെ രാജൻ, കേരളത്തിൻ്റെ റവന്യൂ വകുപ്പ് മന്ത്രി, CPIയുടെ നേതാവ് കൂടിയിട്ടുള്ള ആളാണ്. ഇവിടെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണുകയുണ്ടായി. നമ്മുടെ വൈസന്മാലി പഞ്ചായത്തിൽപ്പെട്ട ഇപ്പോൾ ദേവികുളം താലൂക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചൊക്രമുടി പ്രദേശത്ത് വ്യാപകമായ തോതിലുള്ള റോഡ് നിർമ്മാണവും അതുപോലെ തന്നെ പാറ ഖനനവും അവിടെ പ്ലോട്ടുകൾ തിരിച്ച് ഭൂമി കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ചില നടപടികൾ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് CPIക്കും CPIയുടെ നേതാക്കന്മാർക്കും എതിരായിട്ടുള്ള കോൺഗ്രസിൻ്റെ ചില ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. വളരെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആക്ഷേപങ്ങളെന്നല്ലാതെ ഈ ജില്ലയിലെ ഭൂമി കയ്യേറ്റത്തിൻ്റെ പട്ടിക പരിശോധിച്ചാൽ ഹൈക്കോടതിയിലിരിക്കുന്ന പട്ടിക ഉൾപ്പെടെ പരിശോധിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ നൂറുകണക്കിന് ഏക്കർ ഭൂമി കയ്യേറിയതുൾപ്പെടെയുള്ള പട്ടിക ഉണ്ട് എന്ന വസ്തുത മറച്ചു പിടിച്ചുകൊണ്ടാണ് അവർ മറ്റുള്ളവർക്ക് നേരെയുള്ള ആക്ഷേപം ഉന്നയിക്കുന്നത്. അസന്നിഗ്ധമായി പറയാൻ കഴിയും, ഈ ജില്ലയിൽ കയ്യേറ്റം നടത്താത്ത ഏക പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, CPI ആണ്. അതിലൊരു CPI നേതാക്കന്മാർക്കോ CPI പ്രവർത്തകർക്കോ കയ്യേറ്റവുമായിട്ട് ഒരു ബന്ധമുണ്ടെന്നും ആർക്കും തെളിയിക്കാൻ കഴിയുന്ന ഒരു കാര്യവുമല്ല. ചൊക്രമുടിയിൽ ഉണ്ടായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും റോഡ് നിർമ്മാണവും അതുമായി ബന്ധപ്പെട്ട കർശനമായ നടപടി ഉണ്ടാകണമെന്ന് ജില്ലാ ഭരണകൂടത്തിനോട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അവിടെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും നിർത്തിവെക്കുവാനുള്ള സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു. അതോടൊപ്പം തന്നെ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് എന്നോട് ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. ഒരു കാര്യം ഉറപ്പായിട്ട് പറയുന്നു, അവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഗൗരവമായി തന്നെ ജില്ലാ ഭരണകൂടം പരിശോധിക്കുക മാത്രമല്ല അവിടെ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതിനെതിരായിട്ടുള്ള കർശന നടപടിയും, ഭൂമി കയ്യേറിയിട്ടുണ്ടെങ്കിൽ ആ ഭൂമി കയ്യേറ്റം തിരിച്ചു പിടിച്ചുകൊണ്ട് ആ ആളുകളുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അവരെ അറസ്റ്റ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടി ഉണ്ടാകണമെന്നാണ് ഇത് സംബന്ധിച്ച് ചൊക്രമുടിയുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ളത്. എന്നാൽ നിങ്ങളോട് ചോദിക്കട്ടെ, കോൺഗ്രസ് നേതാക്കന്മാർ കയ്യേറിയിട്ടുള്ള ഇപ്പോൾ കട്ടപ്പന ടൗണിനോട് ചേർന്ന് കിടക്കുന്ന കല്യാണത്തണ്ടിൽ പുതിയ വിഷയം രൂപപ്പെട്ടിട്ടുണ്ട്. പാവപ്പെട്ട 42ഓളം കുടുംബങ്ങളുടെ മറവിലാണ് അവിടെ ഭൂമി കയ്യേറ്റം നടന്നിട്ടുള്ളത്. ആ ഭൂമി കയ്യേറ്റം ഒഴിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള കർശനമായ നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ നടപടികൾ ആരംഭിച്ചിട്ടായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ നാളെ കല്യാണത്തണ്ട് സന്ദർശിക്കുക മാത്രമല്ല അതിനോടനുബന്ധിച്ചിട്ടുള്ള ആ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതടക്കമുള്ള നടപടികളുമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായിട്ടുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഞങ്ങൾ ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി നാളെ LDFൻ്റെ യോഗവും ഞങ്ങൾ നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തരം പ്രദേശങ്ങളിൽ ഇപ്പം ഈ ചൊക്രമുടി എന്ന് പറയപ്പെടുന്നത് അതീവ പരിസ്ഥിതി ദുർബല മേഖലയാണ്. അവിടെയൊക്കെ ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അത് ഉദ്യോഗസ്ഥരുടെ ഒരു അറിവില്ലാതെ നടക്കില്ലല്ലോ. കാരണം അവിടെ NOC കൊടുക്കുക, അതിൻ്റെ മറവിൽ മറ്റൊരു നിർമ്മാണ പ്രവർത്തനം നടത്തുക എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥർക്ക് തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഒരു പങ്കുണ്ടാകും. ജില്ലയിലെ ഭൂമി കയ്യേറ്റങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രവൃത്തികളും നടക്കുമ്പോൾ ഏതാനും ചില റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെയും ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള ആളുകളുടെ സഹായം ഉണ്ടാകുന്നുണ്ട് എന്ന കാര്യം മറച്ചു വെക്കേണ്ടതല്ലാത്ത ഒരു സത്യമാണ്. അത്തരം ഉദ്യോഗസ്ഥന്മാരാരാണെന്ന് കണ്ടുപിടിക്കേണ്ടതും അവരുടെ പേരിൽ നടപടിയെടുക്കേണ്ടതും അത്യാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. അത്തരം ഉദ്യോഗസ്ഥന്മാരെ ചില ആഫീസുകളിൽ നിന്ന് തന്നെ മാറ്റേണ്ടതായിട്ട് ഉണ്ട്. ഇത്തരം വിഷയങ്ങളെല്ലാം ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തരം കയ്യേറ്റങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടി സ്വീകരിക്കണമെന്ന് കൂടി ഈ അവസരം ആവശ്യപ്പെടുകയാണ്.
എന്നാലും അത്തരത്തിലാണ് ചൊക്രമുടി ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് ഇടുക്കിയിലെ CPI ജില്ലാ നേതൃത്വത്തിന് അതുമായി ബന്ധപ്പെട്ട് യാതൊരു വിധമായിട്ടുള്ള ഇടപെടലും നടത്തിയിട്ടില്ല എന്ന് തീർത്തു പറയുകയാണ്. ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ അടക്കം നേതാക്കന്മാർ കയ്യേറ്റം നടത്തിയിട്ടുണ്ടെന്ന് ആവർത്തിക്കുകയും ഈ കയ്യേറ്റങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി K. സലിംകുമാർ ഇപ്പോൾ വ്യക്തമാക്കിയത്. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ചേകവർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ ഇടുക്കി.